ആ അപ്പൊ ഫാത്തിമ ഒന്ന് എഴുന്നേറ്റിട്ട് ആ പരാബോളയുടെ ഡെഫിനിഷൻ വായിക്കും. 9.4 ഇല്ലേ പരാബോള? 9.4 പരാബോള. വായിച്ചാട്ടെ. നമുക്കത് ഓരോന്നും എന്താണ് നോക്കാം. പരാബോള ഈസ് ദി സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സ് ഇൻ എ പ്ലെയിൻ. ഒരു പ്ലെയിനിൽ ഒരു പ്രതലത്തിൽ കിടക്കുന്ന കുറെ പോയിന്റുകളുടെ കൂട്ടമാണ് ആരെന്ന് പറയുന്നത് പരാബോള. എന്തൊക്കെയാണ് കണ്ടീഷൻ? ദാറ്റ് ആർ, ഈ ദാറ്റ് എന്ന് ഉദ്ദേശിക്കുന്ന ആരെയാണ്? ആ പോയിന്റുകൾ. ദാറ്റ് ആർ ഇക്വിഡിസ്റ്റന്റ് ഫ്രം എ ഫിക്സഡ് ലൈൻ ആൻഡ് എ ഫിക്സഡ് പോയിന്റ് നോട്ട് ഓൺ ദി ലൈൻ. എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു പ്ലെയിനിൽ ആദ്യം ഒരു സ്ട്രെയിറ്റ് ലൈൻ പരിഗണിക്കണം. ഇനി ആ സ്ട്രെയിറ്റ് ലൈനിൽ അല്ലാത്ത ഒരു പോയിന്റ് പരിഗണിക്കണം. എന്തൊക്കെയാ പരിഗണിക്കേണ്ടത്? ആദ്യം ഒരു സ്ട്രെയിറ്റ് ലൈൻ പരിഗണിക്കണം. അതിൽ രണ്ട്, ആ സ്ട്രെയിറ്റ് ലൈനിൽ അല്ലാത്ത ഒരു പോയിന്റ് പരിഗണിക്കണം. എന്നിട്ട് ഈ ലൈനിൽ നിന്നും ഈ പോയിന്റിൽ നിന്നും ഒരേ അകലത്തിൽ കിടക്കുന്ന പോയിന്റുകളുടെ കൂട്ടത്തിന് പറയുന്ന പേരാണ് പരാബോള. എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കുക, ഇതാണ് നമ്മുടെ ഫിക്സഡ് ലൈൻ. ആരാണ്? ഇതാണ് നമ്മുടെ ഫിക്സഡ് പോയിന്റ്. ഇതാണ് നമ്മുടെ ഫിക്സഡ് പോയിന്റ്. ആ പോയിന്റ് എവിടെ ആയിരിക്കരുതെന്ന് പറയുന്നുണ്ട്? നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഫിക്സഡ് ലൈനിൽ ആയിരിക്കരുതെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടുത്തെ ഒരു പോയിന്റ് എടുക്കും. ഇവിടുത്തെ ഒരു പോയിന്റ് എടുക്കും. അപ്പോ ഞാൻ ആ പോയിന്റ് ഇങ്ങോട്ട് മാറ്റി വരയ്ക്കുന്ന, ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടും ഈ പോയിന്റിൽ നിന്ന് ഈ ഫിക്സഡ് ലൈനിലേക്കുമുള്ള ഡിസ്റ്റൻസുകൾ, അകലങ്ങൾ എങ്ങനെ ആയിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ഈ ഫിക്സഡ് പോയിന്റിൽ നിന്ന് ഇതിലെ ഒരു പോയിന്റിലേക്കും ഇവിടെ നിന്ന് ഈ ലൈനിലോട്ടുമുള്ള ഡിസ്റ്റൻസുകൾ എങ്ങനെ ആയിരിക്കണം? അങ്ങനെയുള്ള പോയിന്റുകളുടെ കൂട്ടത്തിന് പറയുന്ന പേരാണ് പരാബോള. അപ്പൊ ഒന്നുകൂടെ, എന്താണ് പരാബോള? ആദ്യം നമ്മളൊരു പ്ലെയിനിൽ ഒരു ഫിക്സഡ് ലൈൻ എടുക്കുക. ആ ഫിക്സഡ് ലൈനിൽ അല്ലാത്ത ഒരു പോയിന്റ് എടുക്കുക. ഈ ലൈനിൽ നിന്നും ഈ പോയിന്റിൽ നിന്നും ഒരേ അകലത്തിൽ കിടക്കുന്ന പോയിന്റുകളുടെ കൂട്ടത്തിന് പറയുന്ന പേരാണ് പരാബോള. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒന്നുകൂടെ പറഞ്ഞേ. ഒരു പ്ലെയിനിലെ ഒരു ഫിക്സഡ് ലൈനും എടുക്കുന്നു, ആ ലൈനിൽ അല്ലാത്ത ഒരു പോയിന്റ് എടുക്കും. ഈ ഫിക്സഡ് പോയിന്റിൽ നിന്നും ഈ ഫിക്സഡ് ലൈനിൽ നിന്നും ഒരേ അകലത്തിൽ കിടക്കുന്ന പോയിന്റുകളുടെ കൂട്ടത്തിന് പറയുന്ന പേരാണ് പരാബോള. ക്ലിയർ ആയോ? ഫാത്തിമ ഒന്നുകൂടെ വായിച്ചേ. ഇരിക്കും. അശ്വനി ശ്രീകുമാർ, ഇനി കുറച്ച് ടെക്നിക്കൽ വേർഡുകളാണ് പരാബോളയുമായി ബന്ധപ്പെട്ട. ഒന്നാമത്തെ വാക്ക് വായിക്കൂ, ഡയറക്ട്രിക്സ്. ഇപ്പൊ പരാബോളയുടെ ഒരു പ്രോബ്ലത്തിൽ നിങ്ങൾ സ്ഥിരമായി കേൾക്കാൻ സാധ്യതയുള്ള ഒരു വാക്കാണ് എന്ത്? ഡയറക്ട്രിക്സ്. എന്താണ് ഡയറക്ട്രിക്സ് എന്ന് പറഞ്ഞാൽ? പരാബോളയുടെ ഡെഫിനിഷൻ അകത്ത് ഒരു ഫിക്സഡ് ലൈനിനെ കുറിച്ച് പറയുന്നില്ലേ? ആ ലൈനിനെ വിളിക്കുന്ന പേരാണ് ഡയറക്ട്രിക്സ്. എന്താ വിളിക്കുന്നു? ഡയറക്ട്രിക്സ്. ഇരിക്കും. അഭിനവേ, അടുത്ത വാക്ക് എന്തുവായിരുന്നു? ഫോക്കസ്. എന്തുവായിരുന്നു? പരാബോളയുടെ ഡെഫിനിഷനകത്ത് ഫിക്സഡ് ലൈനിൽ അല്ലാത്ത ഒരു ഫിക്സഡ് പോയിന്റിനെ കുറിച്ച് പറയുന്നില്ലേ? അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഫോക്കസ്. ഡയറക്ട്രിക്സിനെ നമ്മൾ L എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു, ഫോക്കസിനെ നമ്മൾ F എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. അടുത്ത പോയിന്റ് വായിച്ചാട്ടെ. ഫോക്കസിലൂടെ കടന്നു പോകുകയും, എവിടെ കൂടാണ്?
ഫോക്കസിലൂടെ കടന്നു പോകുകയും ഡയറക്ട്രിക്സുമായിട്ട് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ആളിനെ വിളിക്കുന്ന പേരാണ് ആക്സിസ്. എന്ത് വിളിക്കുന്നു? അപ്പൊ ആക്സിസിൽ എന്തൊക്കെയാണ് കണ്ടീഷൻ ഉള്ളത്? ആക്സിസ് പരാബോളയുടെ ഫോക്കസിലൂടെ കടന്നു പോകണം. രണ്ടാമത് അയാൾ ആർക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കണം? ഡയറക്ട്രിക്സിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം. മാധവി അടുത്ത പോയിന്റ് വായിച്ചാട്ടെ. വെർട്ടെക്സ്. എന്താണ് വെർട്ടെക്സ്? വായിച്ചാട്ടെ. പരാബോളയും അതിന്റെ ആക്സിസും കൂടി കൂട്ടിമുട്ടുന്ന പോയിന്റിനെ വിളിക്കുന്ന പേരാണ് വെർട്ടെക്സ്. ആരൊക്കെ കൂട്ടിമുട്ടുന്നത്? പരാബോളയും അതിന്റെ ആക്സിസും കൂടി കൂട്ടിമുട്ടുന്ന പോയിന്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? വെർട്ടെക്സ്. എന്ത് വിളിക്കുന്നു? ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഫിഗർ അവിടെ വരച്ചേക്കുന്നുണ്ടോ? ആ ഫിഗർ ഞാനൊന്ന് വരയ്ക്കാം. ആ ഫിഗറിനകത്ത് ഈ കൊടുത്തിരിക്കുന്ന 4 വാക്കുകൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഡെഫിനിഷനിൽ പറഞ്ഞേക്കുന്ന എല്ലാ വാക്കുകൊണ്ടും നോക്കിക്കേ. ആദ്യം ഒരു ഫിക്സഡ് ലൈൻ എടുത്തു. ആ ഫിക്സഡ് ലൈനിന്റെ പേരെന്തോ? ഡയറക്ട്രിക്സ്. ഫിക്സഡ് ലൈനിൽ അല്ലാത്ത ഒരു പോയിന്റ് ഫോക്കസ്. അടുത്ത എന്തായിരുന്നു വാക്ക്? ആക്സിസ്. എന്തായിരുന്നു ആക്സിസ്? ഫോക്കസിലൂടെ കടന്നു പോകുകയും ഡയറക്ട്രിക്സുമായിട്ട് പെർപെൻഡിക്കുലർ ആകുകയും ചെയ്യുന്ന ആളിനെ വിളിക്കുന്ന പേരാണ് ആക്സിസ്. ലാസ്റ്റത്തെ ആളാരായിരുന്നു? വെർട്ടെക്സ്. എന്തായിരുന്നു വെർട്ടെക്സ്? പരാബോള അതിന്റെ ആക്സിസുമായി കൂട്ടിയിടിക്കുന്ന പോയിന്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? വെർട്ടെക്സ്. എന്ത് വിളിക്കുന്നു? ഇതൊക്കെ അടുത്ത ശനിയാഴ്ച ഞാൻ ചോദിക്കും. അപ്പൊ എനിക്ക് പറഞ്ഞു തരണം. എന്തൊക്കെയാണ്? ഡയറക്ട്രിക്സ്, ഫോക്കസ്, ആക്സിസ്, വെർട്ടെക്സ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒന്നുകൂടെ. എന്തായിരുന്നു ഡയറക്ട്രിക്സ്? ഡയറക്ട്രിക്സ് ഫിക്സഡ് ലൈനെ വിളിക്കുന്ന പേരാണ് ഡയറക്ട്രിക്സ്. 2 ഫോക്കസ്. പക്ഷെ ആ പോയിന്റ് എവിടെ ആയിരിക്കരുത്? ഡയറക്ട്രിക്സ് എന്ന് പറയുന്നത് ലൈനയിലായിരിക്കരുത്. അടുത്തത് ആക്സിസ്. എന്തായിരുന്നു ആക്സിസ്? ഫോക്കസിലൂടെ കടന്നു പോകുകയും ഡയറക്ട്രിക്സുമായിട്ട് പെർപെൻഡിക്കുലർ ആകുകയും ചെയ്യുന്ന ആളിനെ വിളിക്കുന്ന പേരാണ് ആക്സിസ്. ലാസ്റ്റ് അടുത്ത പോയിന്റ് വെർട്ടെക്സ്. എന്തായിരുന്നു വെർട്ടെക്സ്? പരാബോള അതിന്റെ ആക്സിസിനെ ഏത് പോയിന്റിലാണോ ഇന്റർസെക്ട് ചെയ്യുന്നത് അതിനെ വിളിക്കുന്ന പേരാണ് വെർട്ടെക്സ്. എന്താ വിളിക്കുന്നു? ബാലു ഉത്തരം മനസ്സിലായോ? സാറിന് ബാലു ഉത്തരം മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ. എന്താണ് ശ്രീപൂർണ്ണ അടുത്ത ഹെഡിങ്? അതൊന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം. അതൊരു ഹെഡിങ് ആണ്. സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓഫ് പരാബോള. സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓഫ് പരാബോള. വായിച്ചോളൂ കുട്ടി. x square equal 4ay, x square equal ശ്രദ്ധിക്കാം 4 സ്റ്റാൻഡേർഡ് പരാബോളാസ് ഉണ്ട്. എത്രണ്ണമുണ്ട്? ശിബു സാർ നിങ്ങളെ ഫിസിക്സിൽ പ്രൊജക്ടൈൽ മോഷൻ പഠിപ്പിച്ചിട്ടുണ്ട്. പാത്ത് ഓഫ് എ പ്രൊജക്ടൈൽ ഈസ് എ പരാബോള പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഇത് അടുത്ത വർഷം +2 വരുമ്പോ ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ് എടുക്കാം. ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ് എന്നൊരു ചാപ്റ്റർ പഠിക്കാനുണ്ട്. ആ ചാപ്റ്ററിലേക്കും കൂടി ആവശ്യമുള്ള കാര്യമാണ് ഈ കോണിക് സെഷനിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എത്ര പരാബോളയുണ്ട്? മാക്സില് എത്ര പരാബോളയുണ്ട്? 1 y square equal 4x, y square equal -4x, x square equal 4ay,
എക്സ് സ്ക്വയർ ഈക്വൽ -4ay. അപ്പൊ എത്ര പരാബോളയുണ്ട്? 4 പരാബോളയുണ്ട്. ഈ പരാബോളയുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ കുമാരി മിത്ര നടത്തുന്നതായിരിക്കും. വായിച്ചാട്ടെ. ശ്രദ്ധിച്ചോണം. പരാബോളയുടെ പല പ്രോബ്ലങ്ങളിലും നമുക്ക് പ്രോബ്ലം മുന്നോട്ട് നീങ്ങണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തിലെ ആരെ കണ്ടുപിടിക്കേണ്ടി വരും? എയെ കണ്ടുപിടിക്കേണ്ടി വരും. ഈ എയുടെ വില എല്ലായ്പ്പോഴും എന്ത് നമ്പരായിരിക്കും? പോസിറ്റീവ് നമ്പരായിരിക്കും. അഥവാ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോബ്ലം ചെയ്യുമ്പോ എയുടെ വില നെഗറ്റീവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ പരിപാടി നിർത്തിക്കോണം. എന്നിട്ട് തിരിച്ചുപോയി എവിടൊക്കെയോ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് അവിടെ ഒക്കെ കറക്റ്റ് ചെയ്ത് എയുടെ വില എന്തായി കണ്ടുപിടിച്ചോണം? പോസിറ്റീവായിട്ട് കണ്ടുപിടിച്ചോണം. രണ്ടാമത്തെ പോയിന്റ്, എപ്പോഴും പരാബോളക്ക് ഒരു ആക്സസ് ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ. ആ ആക്സസിനെ വെച്ച് നമ്മുടെ പരാബോളകൾ എന്തായിരിക്കും? സിമെട്രിക് ആയിരിക്കും. ബോട്ടണി പഠിക്കുന്ന ആളുകൾ പഠിക്കുന്നുണ്ടല്ലേ? ബൈലാട്രൽ സിമെട്രി, റേഡിയൽ സിമെട്രി, അസിമെട്രി പഠിക്കുന്നല്ലേ? അപ്പൊ എന്താ സിമെട്രി എന്ന് വെച്ചാൽ എക്സ് ആക്സിസിന് മുകളിൽ പരാബോള എങ്ങനെ ഇരിക്കുന്നോ അതുപോലെ തന്നെ ആയിരിക്കും എക്സ് ആക്സിസിന് താഴെ. വൈ ആക്സിസിന് മുകളിലോട്ട് പരാബോള എങ്ങനെ ഇരിക്കുന്നോ അതുപോലെ തന്നെ ആയിരിക്കും തിരിച്ച് താഴോട്ടും. അപ്പൊ ഈ 4 പരാബോളകളും അതിന്റെ ആക്സിസിനെ വെച്ച് എങ്ങനെയാണ്? സിമെട്രിക്കൽ ആണ്. എങ്ങനെയാണ്? സിമെട്രിക്കൽ. അടുത്ത പോയിന്റ് വായിച്ചാട്ടെ. ആ ആ ആ ആ എല്ലാരും എഴുതിയിട്ടുണ്ട്. if the equation of the ഇരിക്കൂ. പരാബോളയുടെ ആക്സിസ് കണ്ടുപിടിക്കാനുള്ള ഒരു ഷോർട്ട് കട്ടാണ് പറഞ്ഞു തരുന്നത്. ശ്രദ്ധിച്ച് കേട്ടോണം. ഇത് ഈ വർഷം മാത്രമല്ല അടുത്ത വർഷവും ആവശ്യമുള്ള പോയിന്റാണ്. നിങ്ങൾ ഈ ഒന്നാമത്തെ പരാബോളയുടെ ഇക്വേഷൻ കണ്ടോ? അതിലെ വേരിയബിളുകൾ ആരൊക്കെയാണ്? എക്സോ. ഇതിലെ ഏത് വേരിയബിളിന്റെ ഡിഗ്രിയാണ് 1 ആയിട്ടുള്ളത്? എക്സിന്റെ. എങ്കിൽ ഈ പരാബോള പോസിറ്റീവ് എക്സ് ആക്സിസിന് സിമെട്രിക്കൽ ആയിരിക്കും. ഒന്നുകൂടെ ഒന്നാമത്തെ പരാബോളയുടെ ഇക്വേഷൻ വായിച്ചേ. 4x. എത്ര വേരിയബിൾ ഉണ്ട്? 2 വേരിയബിൾ. ആരൊക്കെ? എക്സ്. ഇതിൽ ഏത് വേരിയബിളിന്റെ ഡിഗ്രിയാണ് 1 ആയിട്ടുള്ളത്? എക്സിന്റെ. എങ്കിൽ ഈ പരാബോള പോസിറ്റീവ് എക്സ് ആക്സിസിന് സിമെട്രിക്കൽ ആയിരിക്കും. പോസിറ്റീവ് എക്സ് ആക്സിസിന്റെ മുകളിൽ പരാബോള എങ്ങനെയാണോ അതുപോലെ തന്നെ ആയിരിക്കും താഴെ. രണ്ടാമത്തെ പരാബോളയുടെ ഇക്വേഷൻ വായിച്ചേ. y സ്ക്വയർ ഈക്വൽ -4x. അവിടുത്തെ വേരിയബിൾ ആരൊക്കെയാ? വൈയും എക്സും. ആരുടെ ഡിഗ്രിയാ? 1. എങ്കിൽ പരാബോള ഏത് ആക്സിസിന് സിമെട്രിക്കൽ ആയിരിക്കും? പക്ഷെ അവിടെ എന്ത് കിടപ്പുണ്ട്? ഒരു മൈനസ് ഉണ്ട്. എങ്കിൽ ഈ പരാബോള പരാബോള നെഗറ്റീവ് എക്സ് ആക്സിസിന് സിമെട്രിക്കൽ ആയിരിക്കും. മൂന്നാമത്തെ പരാബോളയുടെ ഇക്വേഷൻ വായിച്ചാട്ട്. എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 4ay. എത്ര വേരിയബിൾ ഉണ്ട്? 2 വേരിയബിൾ. ആരൊക്കെ? ഏത് വേരിയബിളിന്റെ ഡിഗ്രിയാ 1? എങ്കിൽ പരാബോള ഏത് വൈ ആക്സിസിന്? പോസിറ്റീവ് വൈ ആക്സിസിന് സിമെട്രിക്കൽ ആയിരിക്കും. പോസിറ്റീവ് വൈ ആക്സിസിന് സിമെട്രിക്കൽ ആയിരിക്കും. ഓക്കെ. അടുത്ത പരാബോളയുടെ ഇക്വേഷൻ വായിച്ചേ. എന്തുവാ? എവിടെ? എക്സ് സ്ക്വയർ ഈക്വൽ. അടുത്ത പരാബോളയുടെ ഇക്വേഷൻ വായിച്ചാട്ടെ. എക്സ് സ്ക്വയർ ഈക്വൽ -4ay. എക്സ് സ്ക്വയർ ഈക്വൽ. അതിൽ എത്ര വേരിയബിൾ ഉണ്ട്? 2 വേരിയബിൾ ഉണ്ട്. ഏതൊക്കെ? എക്സ് സ്ക്വയറോ? എക്സും വൈയും. ഇതിൽ ഏത് വേരിയബിൾ ഡിഗ്രിയാണ് 1? വൈയുടെ. എങ്കിൽ പരാബോള ആർക്ക് സിമെട്രിക്കൽ ആയിരിക്കും? വൈ ആക്സിസിന് സിമെട്രിക്കൽ. ഏത് വൈ ആക്സിസിന്? നെഗറ്റീവ് വൈ ആക്സിസിന് സിമെട്രിക്കൽ. അപ്പൊ എത്ര പരാബോള ഉണ്ടെന്നും ആ പരാബോളയുടെ ഗ്രാഫ് എങ്ങനെയാണെന്ന് മനസ്സിലായോ? ഒന്നുകൂടെ പരാബോളയുടെ
ആക്സിസ് എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? പരാബോളയുടെ ആക്സിസ് ഏത് ആക്സിസിന് സിമെട്രിക്കൽ ആണ് പരാബോള എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? പരാബോളയുടെ ഇക്വേഷനകത്ത് രണ്ട് വേരിയബിൾ ഉണ്ട്, ഒരു എക്സും ഒരു വൈയും. ഇതിൽ ഏത് വേരിയബിളിന്റെ ഡിഗ്രി ആണോ 1 ആയിട്ടുള്ളത് ആ ആക്സിസിന് സിമെട്രിക്കൽ ആയിരിക്കും പരാബോള. പ്ലസ് ആണെങ്കിൽ അതിന്റെ പ്ലസ് ആക്സിസ്, മൈനസ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ നെഗറ്റീവ് ആക്സിസ്. ഇത്രയും കാര്യം പിടി കിട്ടിയോ? ഓക്കെ. എന്താണ് അടുത്ത ഹെഡിങ്? ലാറ്റസ് റെക്ടം. എന്താണ്? അപ്പൊ അതുകൂടെ പഠിച്ച് നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. ലാറ്റസ് റെക്ടം എന്താണ്? ശ്രാവൺ സാർ എന്ന് വായിച്ച എന്താണ് ലാറ്റസ് റെക്ടം? നോക്കാം. എന്താണ് പരാബോളയുടെ ലാറ്റസ് റെക്ടം എന്ന് പറഞ്ഞാൽ അതൊരു ലൈൻ സെഗ്മെന്റ് ആണ്. ലാറ്റസ് റെക്ടം ആരാണ്? എങ്ങനെയുള്ള ലൈൻ സെഗ്മെന്റ്? പെർപെൻഡിക്കുലർ ടു ദി ആക്സിസ് ഓഫ് ദി പരാബോള. ആ ലാറ്റസ് റെക്ടം എന്ന് പറയുന്ന ലൈൻ സെഗ്മെന്റ് പരാബോളയുടെ ആക്സിസുമായിട്ട് എങ്ങനെ ആയിരിക്കണം? പെർപെൻഡിക്കുലർ ആയിരിക്കണം. ബാക്കി ത്രൂ ദ ഫോക്കസ്. എവിടെ കൂടെ കടന്നു പോകണം? ഫോക്കസിലൂടെ കടന്നു പോകണം. അടുത്തത് ആൻഡ് ഹോസ് എൻഡ് പോയിന്റ്സ് ലൈ ഓൺ ദി. അതിന്റെ എൻഡ് പോയിന്റ്സ് അഗ്രബിന്ദുക്കൾ എവിടെ ആയിരിക്കണം? പരാബോളയിലായിരിക്കണം. അപ്പോ ലാറ്റസ് റെക്ടത്തിന് 3 കാര്യങ്ങൾ. ലാറ്റസ് റെക്ടം ആരാണ്? ഒരു ലൈൻ സെഗ്മെന്റ് ആണ്. എവിടെ കൂടെ കടന്നു പോകണം? ഫോക്കസിലൂടെ കടന്നു പോകണം. ആർക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കണം? പരാബോളയുടെ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം. 3ാമത്തെ കണ്ടീഷൻ അതിന്റെ എൻഡ് പോയിന്റ്സ് എവിടെ ആയിരിക്കണം? പരാബോളയിൽ തന്നെ ആയിരിക്കണം. ഈ ലൈനിനെ വിളിക്കുന്ന പേരാണ് ലാറ്റസ് റെക്ടം. ഇത് വിളിക്കുന്നു ലാറ്റസ് റെക്ടം. ലാസ്റ്റ് പോയിന്റ് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം ഈസ്. ഏത് പരാബോളയെ സംബന്ധിച്ചും ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം എന്താണ്? അത് 1ാമത്തേതായാലും 2ാമത്തേതായാലും 3ാമത്തേതായാലും 4ാമത്തേതായാലും ലെങ്ത് എന്ത് തന്നെ വരും? 4. ഇത്രയും കാര്യം കിട്ടിയോ? അവിടെ എന്തിനാ അടയാളപ്പെടുത്തി വെച്ചേ? ബാലു ഇത്രയും മനസ്സിലായോ? മനസ്സിലായി സാർ.